ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് അമ്പലത്തിൽ പോകണം. ഞാൻ ഇന്ന് സൺഡേ ആയിട്ട് അമ്പലത്തിൽ നിന്ന് പോയി കേട്ടോ. സൺഡേ ആയിട്ട് ഒരു അവധി എടുത്ത് അതുകൊണ്ട് എഴുന്നേറ്റപ്പോൾ വളരെ ലേറ്റായെന്ന് പറഞ്ഞാൽ 8 മണിയൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റ് കഴിഞ്ഞ് പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന തിരക്കാണ്. അപ്പോൾ വെള്ള മുട്ടക്കറി ഉണ്ടാക്കാൻ നമ്മൾ അഞ്ചും ഞാനും കൂടി അതിൻ്റെ പ്രിപ്പറേഷൻ ആയിരുന്നു. പക്ഷേ ഉണ്ടാക്കി വന്നപ്പോൾ മസാലക്കറി പോലെയായിട്ടാണ്. ഉരുളക്കിഴങ്ങ് മുട്ടയൊക്കെ ഇട്ട് അതിൻ്റെ ഇടയ്ക്ക് തുണി കഴുകാളൊക്കെ വാരിക്കൊണ്ടുവന്ന് വെച്ചേക്കാണ്. തുണിയൊക്കെ കഴുകണം, അടിച്ചു തൂക്കണം, അതൊക്കെ കുറേശ്ശൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ 5 പെട്ടെന്ന് കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടാട്ടോ 5 ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് അതിൻ്റെ കുളിയൊന്നും കഴിഞ്ഞിട്ടില്ല. എന്നും രാവിലെ കുളിച്ചൊരുങ്ങിയിരിക്കണതാണ് കേട്ടോ. അപ്പോൾ ഇന്നിവിടെ അയിലയാണ് കൊണ്ടുവന്നത്. ഞങ്ങൾ ഉച്ചക്കത്തൊക്കെ അയിലയും മാങ്ങയും കൂടി കറി ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ 5 കുളിച്ച് റെഡിയായിട്ട് പെട്ടെന്ന് വന്നത് 5 അമ്മയുടെ വീട്ടിൽ പോയിട്ട് 5 അമ്മയുടെ വീട്ടിൽ കൊഞ്ചൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് കൊഞ്ച് ഉണക്ക മീനൊക്കെ. അപ്പോൾ അവിടെ വലകെട്ടൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് മീനൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് പെട്ടെന്ന് പോയി മേടിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് 5 പോയ നേരത്തെ ഞാൻ എന്താ കറിയൊക്കെ വെക്കണേട്ടാ. ഇതെല്ലാം അയിലയും മാങ്ങയും കൂടി പെട്ടെന്ന് വെക്കാമെന്ന് ഓർത്ത്. അപ്പോൾ അതെല്ലാം റെഡിയാക്കി കഴിഞ്ഞിട്ടുണ്ട് എനിക്ക് തുണി കഴുകാൻ പോകാൻ. അപ്പോൾ അതെല്ലാം എടുത്ത് വെച്ചിട്ട് എളിഞ്ഞ് അതൊക്കെ കഴുകണം പോയി. തുണി കഴുകലൊക്കെ കഴുകി വരുമ്പോഴത്തേക്ക് ഏതായാലും 5 വരാറാകുമല്ലോ. അവർ പോയി. അപ്പോൾ മണിയൊക്കെ 10-11 മണിയൊക്കെ കഴിഞ്ഞിട്ട് ഈ കറികളൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അടുത്ത് 5 പെട്ടെന്ന് വന്ന് അവർ വന്നിട്ട് ആ വലിയ കൊഞ്ചാണ്ട് കൊണ്ടുവന്നേക്കണം. ഇനി അത് നന്നാക്കി എടുക്കണം. അതിനകത്ത് പിണ്ടിയും പച്ചക്കായും ഉണ്ട്. അപ്പോൾ ഒരു തോരനും ഉണ്ടാക്കണം അത് വെച്ച്. അപ്പോൾ അതുമൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. കൊഞ്ചൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മസാലയൊക്കെ പുരട്ടി വറുക്കാൻ നോക്കണം നമുക്ക്. ഇപ്പം നമ്മൾ ഏതെങ്കിലും കോലെ കുത്തി വറുക്കുക എന്നും പറഞ്ഞുകൊണ്ട് ഇരുന്നിട്ട് ഈർക്കില്ലാട്ടാ. അപ്പം നമുക്ക് ഓലയും തെങ്ങൊന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് അതിൽ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഏതായാലും സാധാ സൈസ് നമ്മൾ വറുത്തെടുക്കുകയാണ്. അപ്പോൾ എല്ലാം കഴിഞ്ഞ് ഇതിൻ്റെ കുളിയും അലക്കും എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും കൂടെ ചോറ് എടുക്കുകയാണ്. അപ്പോൾ അത് ചെമ്മീനൊക്കെ പൊരിച്ച് തോരനുണ്ട്, മീൻ കറിയുണ്ട്, പിന്നെ കപ്പയുണ്ട് കേട്ടോ. കപ്പയും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങളുടെ എല്ലാവരും ഊണൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അടുത്ത ക്ലീനിങ്. അപ്പോൾ ഇനിയിപ്പോൾ ഏതായാലും അടുക്കളയിലോട്ട് പെട്ടെന്ന് ഓടിക്കയറുണ്ടല്ലോ. ഞങ്ങൾ വൈകിട്ട് വരെയുള്ള ജോലികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ചായ ഉണ്ടാക്കാൻ മാത്രം കയറിയാൽ മതി. 5 കൊണ്ടുവന്ന് മീനൊക്കെ ഉണക്കമീനൊക്കെ ഒത്തിരി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അവിടെ നിന്ന്. ഇതൊക്കെ ഇനി ഒന്ന് ചൂടാക്കിയൊക്കെ വെക്കണം. അപ്പോൾ ഏതായാലും മഴക്കാലമൊക്കെ വരുമ്പോൾ നമുക്ക് എടുത്ത് വർക്കൊക്കെ ചെയ്യാമല്ലോ. അപ്പോൾ ഏതായാലും ഞാൻ അലക്കിയിട്ട തുണികളൊക്കെ ഒന്നും കൂടി തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് ഞാൻ അകത്തോട്ട് കയറാമെന്ന് ഓർത്ത്. പിന്നെ കുറച്ച് നേരം റെസ്റ്റ് എടുക്കാമല്ലോ നമുക്ക്. ഇനി അടുക്കളയും കൂടി ഒന്ന് ക്ലീനാക്കി കഴിഞ്ഞാൽ ഞങ്ങളുടെ ജോലി കഴിഞ്ഞ് പിന്നെ ഞങ്ങൾക്കിനി വൈകിട്ട് ഉള്ള ചെറിയ ചായയുടെ പരിപാടി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്കും ഷെയർ